നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇത് വെറുമൊരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സർവേ റിപ്പോർട്ടല്ല. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും 82,058 വോട്ടർമാരെ നേരിൽ കണ്ട് ജനുവരി 2 മുതൽ 20 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു PSR മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന ടീം. ഈ PSRന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലയാളികളാണ്. അപ്പോൾ അവരുടെ ആ കൂട്ടായ്മ പൊളിറ്റിക്കൽ റിസർച്ചിൽ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ 82,058 എന്ന് പറയുന്ന ഒരു വലിയ സാമ്പിൾ സൈസ് ഉപയോഗിച്ച് അവർ നടത്തിയ സർവേ, അതിൽ വിവിധ പ്രായത്തിലുള്ള ആളുകളെ അവർ കണ്ടു. ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെ കണ്ടു, നഗരപ്രദേശങ്ങളിലുള്ളവരെ കണ്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെയും 10ാം ക്ലാസ് തോറ്റവരെയും കണ്ടു. ബിരുദധാരികളെ കണ്ടു, പ്രൊഫഷണലുകളെ കണ്ടു, വിവിധ ജാതികളിലുള്ള ആളുകളെ കണ്ടു. അതിൻ്റെയൊക്കെ കണക്ക് കൃത്യമായി എത്ര ശതമാനം ആളുകളെയാണ് ഈ ഓരോ വിഭാഗത്തിലും ഇപ്പോൾ ജാതി തിരിച്ച് തങ്ങൾ കണ്ടത്. ചില ആളുകളെങ്കിലും ജാതി പറയാൻ തയ്യാറാകാത്തവരുണ്ടാകും. എങ്കിൽ പോലും അത് പറയാൻ തയ്യാറായവരുടെ കണക്ക് വെച്ച്, വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ കൃത്യമായി സമഗ്രമായ ഒരു ഡാറ്റ ശേഖരണം നടത്തിയതിന് ശേഷം അവർ പുറത്തുവിടുന്ന സർവേ പ്രകാരം ഒരു കൗതുകമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ വോട്ട് ശതമാനം കൂടുതൽ കിട്ടുക LDFനായിരിക്കും. പക്ഷേ സീറ്റുകളുടെ എണ്ണം കൂടുതലുണ്ടാവുക UDFനായിരിക്കും. അതെങ്ങനെ വരും എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യം നമുക്കുണ്ടാകാം. അതിനുള്ള ഉത്തരവും PSR ടീം തന്നെ നൽകുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ 82,058 എന്ന സാമ്പിൾ സൈസിലൂടെ കേരളത്തിൻ്റെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ടർമാരുടെ മനസ്സറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു 38.41% വോട്ടുമായി LDF ആയിരിക്കും വോട്ടു കണക്കിൽ ഒന്നാമതെത്തുക. UDFന് 38.12, നേരിയ വ്യത്യാസം മാത്രമാണ്. NDAക്ക് 20.42% വോട്ട് നേടാൻ സാധിക്കും. അങ്ങനെ 38.41% വോട്ട് നേടുന്ന LDFന് പക്ഷേ സീറ്റുകളുടെ എണ്ണം 62 മുതൽ 68 വരെ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് PSR മുന്നോട്ട് വയ്ക്കുന്ന കണ്ടെത്തൽ. UDFനാകട്ടെ 38.12% വോട്ട് നേടാനാകും. അതേസമയം അവർക്ക് 72 മുതൽ 77 വരെ സീറ്റുകൾ നേടാനാകും എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. NDAക്ക് 20% പുറത്തേക്ക് 20.42 എന്ന നല്ല വോട്ടു ശതമാനം ലഭിക്കുമ്പോൾ 1 മുതൽ 3 വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. NDA കരുതുന്നത് പോലെ 6, 7, 10, 12 ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. 20% വോട്ട് എന്ന ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനാകുമെങ്കിലും സീറ്റ് എണ്ണം കുറയും. അപ്പോൾ എങ്ങനെയാണ് ഈ സീറ്റ് എണ്ണത്തിൽ പ്രശ്നമുണ്ടാകുന്നത്? 38.41% വോട്ട് കിട്ടുന്ന LDFന് പരമാവധി കിട്ടാൻ സാധ്യത 68 സീറ്റാണ് എന്ന് പറയുന്നു. അതേസമയം 38.12% വോട്ട് കിട്ടുന്ന UDFന് 77 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്ന സൂചനയും നൽകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം LDF ജയിക്കാൻ സാധ്യതയുള്ള ഉത്തര കേരളത്തിലെ CPM കേന്ദ്രങ്ങളിലെ ഭൂരിപക്ഷം വലുതായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ്. UDF ആകട്ടെ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിനൊടുവിലായിരിക്കും പല സീറ്റുകളിലും വിജയിക്കുക. അതായത് വിജയ മാർജിൻ താരതമ്യേന കുറവായിരിക്കും. UDF അങ്ങനെ വമ്പൻ മാർജിനിൽ ജയിച്ചു കയറുന്ന സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും എന്നുള്ളതാണ് ഈ സർവേ നൽകുന്ന പ്രധാനപ്പെട്ട സൂചന. അതുകൊണ്ടാണ് വോട്ടു കണക്കിൽ ഒരു നേരിയ മുൻതൂക്കം LDFനുണ്ടാകുമ്പോൾ സീറ്റു കണക്കിൽ ആ മുൻതൂക്കം UDFലേക്ക് വരുന്നത്. BJPക്ക് വോട്ട് കിട്ടുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ ഗുണമുണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെയും അടിസ്ഥാനം ഇതാണ്. പലയിടങ്ങളിലും അവർക്ക് വോട്ട് സമാഹരിക്കാൻ സാധിക്കും, പക്ഷേ സീറ്റുകൾ വിജയിക്കുന്ന തരത്തിലേക്ക് മാറാൻ പലയിടങ്ങളിലും സാധിക്കില്ല എന്നുള്ള കാര്യവും കൂടി വളരെ വ്യക്തമായി തന്നെ പറയുന്നു. LDFനും UDFനും ഈ തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകുന്നതും ദോഷകരമാകുന്നതുമായ ഘടകങ്ങളെ വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്തിട്ടുണ്ട് ഈ സർവേ റിപ്പോർട്ടിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പഠനം നമ്മുടെ ഒരു സാധാരണ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുന്നയാളിന്
വിശ്വാസ്യത തോന്നുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഒരു സർവേ വന്നു, ആ സർവേയിൽ വെറും 1400 ആളുകളെയാണ് കണ്ടത്. NDTVക്ക് വേണ്ടി നടത്തിയ സർവേ. അപ്പോൾ ആ സർവേ വോട്ട് വൈബ് നടത്തിയതിനകത്ത് വെറും 1400 പേരെയാണ് കണ്ടത്. അതായത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു 10 പേരെ പോലും അവർ ആ സർവേക്ക് വേണ്ടി സാമ്പിളിങ്ങിന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ 140 മണ്ഡലങ്ങളിലായി നേരിട്ട് ആൾക്കാരുമായി സംസാരിച്ച് ഈ 80,058 മനുഷ്യരെ കണ്ട് തയ്യാറാക്കിയ ഒരു സർവേ റിപ്പോർട്ടിന് കേരളത്തിൻ്റെ ഒരു സമഗ്രമായ ചിത്രം പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമാണത്. 38.41% കിട്ടുന്നയാളിന് 62 മുതൽ 68, അതേസമയം 38.12% വോട്ട് കിട്ടുന്ന UDFന് ആ സീറ്റുകളുടെ എണ്ണം 72 മുതൽ 77 വരെയാകുന്നു. അവിടെ ആ വ്യത്യാസമുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം CPM, അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചിലയിടങ്ങളിലും കണ്ണൂർ ജില്ലയിലെ ചിലയിടങ്ങളിലും തൃശ്ശൂരിലും കൊല്ലത്തുമൊക്കെ ചില സീറ്റുകളിൽ CPM വിജയിക്കുന്നത് വലിയ മാർജിനിലാണ്. അപ്പോൾ ആ വിജയ മാർജിൻ വോട്ട് ശതമാനത്തിൽ LDFന് ഒരു മുൻതൂക്കം നൽകാൻ പ്രേരണയാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ CPMൻ്റെ പല സ്ഥാനാർത്ഥികളും വിജയിച്ചത് നല്ല ഭൂരിപക്ഷത്തിലാണ്, 400,000 അടുത്ത ഭൂരിപക്ഷത്തിൽ. അപ്പോൾ തന്നെ ആ വോട്ടിൻ്റെ ശതമാനം നല്ല രീതിയിൽ മാറുന്നുണ്ട്. അപ്പോൾ വിജയ മാർജിൻ പലയിടങ്ങളിലും CPMന് കൂടുതലായിരിക്കും. പക്ഷേ ഒരു പാൻ കേരള വികാരം എടുത്തു നോക്കുമ്പോൾ CPMന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ LDFന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം തൽക്കാലം ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇല്ല എന്നുള്ളതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി തുടർച്ചയായിട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സർവേ നടന്നത് എന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ LDFന് ഗുണകരമാകുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ. പക്ഷേ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണ്. അപ്പോൾ ഈ ട്രെൻഡിനെ മറികടക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ ഈ പറയുന്ന നേരിയ വ്യത്യാസത്തെ മറികടക്കാനാകും. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ UDFന് അനുകൂലമാണ് വികാരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പക്ഷേ ഇപ്പോഴും പിണറായി വിജയന് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. രമേശ് ചെന്നിത്തല 2ാം സ്ഥാനത്താണ്. VD സതീശൻ 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതേക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്